റിഹേഴ്സലാണ് നോക്കിയേക്കില്ലല്ലോ. ആർന്ന് കളിക്കാൻ ഇങ്ങോട്ട് പാടാ. നാടകത്തിന് ഒരു ആഴ്ചയും കൂടി ഉണ്ടു. ഇവിടെ റിഹേഴ്സൽ നോക്കിക്കോ. ഇവരിതായിരുന്നു ക്രിക്കറ്റ് കളിക്കുക. കണക്കിന്റെ ക്ലാസും കട്ടിയത് വന്ന സാറ് പറയും ഭൂഗോളത്തിന്റെ സ്പന്ദനം തന്നെ കണക്കിലാണ്. ഇതിപ്പോ ക്ലാസ് കുത്തുന്നെങ്കിൽ എന്തേ മനസ്സിലാക്കും. ഞാൻ അന്നേ സാറിനോട് പറഞ്ഞതാ റിഹേഴ്സലിന് ഞാൻ ഇല്ല. മാഷെന്ന് വന്നിക്കില്ലാരോ ഒരു പഠിപ്പിച്ചു വന്നിക്ക്. മാഷ് വന്നിട്ടില്ലെന്താ? സാറ് നമ്മളോട് പറഞ്ഞല്ലേ റിഹേഴ്സൽ ചെയ്യാൻ. ഇത് കട്ടോടൊന്നും വന്നിക്കില്ലല്ലോ. അതല്ല ഫൈനൽ സ്റ്റേജിലേക്കല്ലേ. മ്യൂസിക്കും ഡ്രസ്സും ഒന്നും വന്നിക്കില്ലല്ലോ. എല്ലാം നിങ്ങൾ മ്യൂസിക്കും ഡ്രസ്സല്ലേ ഇട്ട് റിഹേഴ്സൽ ചെയ്യുന്നു. ഞാൻ പോവാം. അങ്ങോട്ട് മാറിക്കാം. പോരടാ, ഞാൻ തമാശ പറഞ്ഞേടാ. ഒരു തമാശ. അങ്ങനെയാണ് എല്ലാവർക്കും കൂടെ ഒരു സമയം പറഞ്ഞ പോലായിരുന്നോ? നിങ്ങൾ കെമിസ്ട്രി പീരീഡ് കാട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുഴപ്പമില്ല. ചോദിക്കുന്നു പേടിച്ചിട്ടടി. ചേച്ചിമാരെ ഒന്ന് പോട്ടെ. നീ വാടാ, നമുക്ക് റിഹേഴ്സൽ വെക്കാം. എടാ അനൗൺസ്മെന്റ് ചെയ്യടാ. നിനക്ക് വേണം നീ ചെയ്തോ. നീ ചെയ്യടാ. ഇങ്ങനൊക്കെ പറഞ്ഞ ഞാനങ്ങ് ചെയ്യട്ടെ. നമുക്ക് അതിനു മുമ്പ് സാറ് പറഞ്ഞ ആ പാട്ടോട് കൂടി തുടങ്ങിയാലോ? യെസ്. കുറുക്കാ കുറുക്കാ നിനക്കെന്ത് വരുത്തം, തലക്കുത്തും പണിയും അതിനെന്ത് പൈസ പൈസരേ. ആ കറുത്ത മുന്നോട്ടിക്കണം, ഞെണ്ടിനെ പിടിക്കണം, കറുമുറ തിന്നണം, ചലവറ കൂറണം. കുറുക്കാ കുറുക്കാ നിനക്കെന്ത് വരുത്തം, തലക്കുത്തും പണിയും അതിനെന്ത് പൈസ പൈസരേ. എന്റെ കാട്ടുമുത്തി, ഈ കുന്നൊക്കെ തെണ്ടിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ എന്റെ കാട്ടുമുത്തി. സത്യം പറഞ്ഞ വിശന്നിട്ടൊരു വിറയല് പോലെ. നിനക്ക് വിറയലല്ലേ, എനിക്ക് ശരീരം മുഴുവൻ കുഴച്ചല. ഈ തള്ള കുറുക്കനോട് കിടക്കുക മറ്റെവിടെ പോവാനാ? അപ്പത്തെ മതിലിന്റെ മുകളിൽ TV കാണുന്നുണ്ടാവും. എന്റെ കാട്ടുമുത്തി, അവിടെ ഒരു വലിയ വിലന്റെ പട്ടിയുണ്ട്. അതിന്റെ കണ്ണിലെങ്ങാൻ പെടാതിരുന്നാ മതിയായിരുന്നു. ബാക്കിയുള്ളവരുടെ പശുവിന് വരെയല്ലേ? അല്ല പിന്നെ ഒന്ന് പതുക്കെ പറ. വിശുദ്ധ പശുക്കൾ കേട്ടാലേ പിന്നെ അത് മതി. പ്രത്യേകിച്ച് നമ്മളെല്ലാം കുറുക്കന്മാരാ. പശുക്കൾക്ക് വേണ്ടി ഇവിടെ എന്തു ചെയ്യുന്ന ആൾക്കാരുണ്ട്. പശുവേ ഒരു ദൈവമൃഗം. എന്നാ പിന്നെന്തിനാ എലീനെ കെണിവെച്ച് പിടിക്കുന്നത്? എലിയും ഒരു ദൈവത്തിന്റെ വാഹനമല്ലേ? എലിവാഹനല്ലേ? ദൈവത്തിനിപ്പോ നിലവാരം പോരാൻ തോന്നിയിട്ടുണ്ടാവും. ഒരു മാറ്റം ആഗ്രഹിക്കാത്തതാരാ? എന്റെ കാട്ടുമുത്തി, നമ്മുടെ വംശത്തിൽ കയറി നോണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. അങ്ങനെയാണെങ്കിലേ നിന്റെ ഒക്കെ വാരി വെച്ചിട്ട് മൂപ്പര് വാഹനമായിട്ടെടുക്കും. അല്ലെങ്കിലേ നല്ല 8ന്റെ പണി കിട്ടും. എന്നെ വിളിച്ചാലേ ഈ കള്ളക്കച്ചവടം എന്നെ കിട്ടൂല കേട്ടോ.
പോരേന്റെ അടുക്കള കണ്ടിട്ടൊന്നും നമുക്ക് വയറ് നിറയ്ക്കാനുള്ളതൊക്കെ കിട്ടാനുണ്ട്. ഇപ്പാണെങ്കിൽ അതും ഇല്ല. ഇപ്പൊ മനുഷ്യരൊക്കെ എത്ര പഴകിയ ഭക്ഷണം കഴിക്കുക പോലും ഒരു തണുത്ത പെട്ടി ഉണ്ടത്രേ, അതിൽ വെച്ച് പിന്നെയും പിന്നെയും ചൂടാക്കി കഴിക്കാണ് പോലും. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ പെട്ടെന്ന് തന്നെ വലിയ തണുത്ത പെട്ടിയാക്കി തെക്കോട്ട് കൊണ്ടുപോകുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ? ചെവിതൽ കേൾക്കാൻ സമ്മതിക്കാത്ത വർഗങ്ങള്. പാട്ട് കൂത്ത വായ എന്തെങ്കിലും ഒന്ന് താ. ഇവിടെ കിടന്ന് ഓരിടാതെ ആ കാട്ടിന് മേയുന്ന വല്ല മൃഗങ്ങളെയോ പെട്ടെന്ന് കരുതാൻ പറ്റാത്ത വല്ല പക്ഷികളെയോ കൊണ്ടുവരാൻ നോക്ക്. ചെല്ല്. ബാക്കി എന്നെ കൊണ്ടൊന്നും പറയക്കണ്ട. ഒരു കൂട പോലും ബാക്കി വെക്കാതെ ആർത്തിയോടെ തിന്നിട്ട് അപ്പുറത്ത് മാറി കെടുക്കുക നിങ്ങളുടെയൊക്കെ തന്തക്കുറുക്കൻ. എന്റെ കാട്ടുമുത്തി, എത്ര എണ്ണത്തിനെ മാറ്റിയാ മനുഷ്യന്മാർ കോട്ട പഠിച്ചു മാറ്റി കൊല്ലുന്നത്. എന്റെ അപ്പനെ മാത്രം ആരെ കൺമുമ്പ് കാണുന്നില്ലല്ലോ. പകലിറങ്ങി നടന്ന് നടന്ന് മനുഷ്യർ സകല പ്രാപ്പം പഠിച്ചു വെച്ചിരിക്കും. അപ്പുറത്തെ പൊരേന്റെ കല്യാണപ്പുറത്ത് TV കാണില്ല ഇപ്പൊ തലേന്റെ പരിപാടി. അവിടുത്തെ വന്നേര് ചൊരുക്കാതാണെങ്കിൽ ആണെങ്കിലേ കണക്കായിപ്പോയി. 2-2.5 കൊല്ലായിട്ട് ഒരു പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ നടക്കുകയാണ് പോലും. അവര് പ്രസവിക്കുന്നതും കാത്ത് കയ്യാലപ്പുറത്ത് കിടക്കുക ഇവിടുത്തെ തള്ള. എന്താ ഒരു കലഹം? വയ്യാണ്ടായാലും നേരെ ചൊവ്വ കിടക്കാൻ സമ്മതിക്കരുത്. നിന്റെയൊക്കെ അഹമ്മദിയെ ഇത്തിരി കൂടുന്നുണ്ട്. വിശപ്പേ എല്ലാവർക്കും ഒരുപോലെയാ. അല്ലാണ്ട് അപ്പനൊരു വിശപ്പ്, അമ്മക്കൊരു വിശപ്പ്, മക്കൾക്കൊരു വിശപ്പ് അങ്ങനെയൊന്നുമില്ല. അതിന് ഞാൻ എന്ത് വേണം? എന്ത് വേണമെന്നോ? ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന നല്ല നാടൻ കോഴികളില്ലേ, അപ്പൻ ഒറ്റയ്ക്ക് തിന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യർക്ക് തന്നെ വേണം. നിങ്ങളൊക്കെ കൂടിയേ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ അവരോട്. മനുഷ്യന്റെ ഇറച്ചി പോലും ഇപ്പൊ മനുഷ്യന്മാർ തന്നെ പരസ്പരം വെട്ടി ചുടുന്ന കാണാത്. എങ്ങോട്ടെങ്കിലും പോയി ഒളിക്കാൻ നോക്ക്. ഓ, സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരപ്പൻ. ഇന്നലെ ഇവറ്റകൾ ഉള്ളോണ്ടാ മൂക്കും മുട്ട തിന്നാൻ സാധിച്ചത്. അത് മറക്കണ്ട. അപ്പ ആ കുരക്കുന്ന പട്ടിയുടെ പാല ഇവൻ ഇന്നലെ കുടിച്ചത്. പെണ്ണുങ്ങളോ പ്രസവിച്ച അറിയിക്കണേ. ചാവിളിയാണെങ്കിലേ അത്താഴത്തിന് മാന്തിന്ന് വിശപ്പടക്കാം. നിങ്ങളെ കണ്ടപ്പോഴേ അപ്പലോട്ടെ മുങ്ങി. എന്തിനാ പേടിക്കുന്നേ? എല്ലാ കാലവും നമ്മൾ ഇങ്ങനെ ശത്രുക്കളായി നിൽക്കാനവരല്ല. നമ്മുടെ കാടിനൊരു മാറ്റം ആവശ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ മനുഷ്യർ കാട് വെട്ടി മാറ്റുന്നത്. ആ മാറ്റമല്ല, ഓട്ട് മുതൽ മൂക്കം വരെ വിഷമുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനും ചേർത്ത് വെച്ച് ഒരു ഐക്യപ്പെടൽ. ഞങ്ങളെ പരിപ്പൊക്കന്റെ കാഴ്ച എന്തൊരു കൗതുകമെന്നറിയോ? കീരി ബമ്മു നല്ല സുഹൃത്തുക്കളെ പോലെ കളിക്കുക. അതുകൊണ്ട് നമ്മൾക്കെല്ലാം ഒന്നാകണം. മത്തം കുത്തിയ കുമ്പളം മടക്കിയ ചേട്ടന്മാരെ ഉളപ്പിക്കണം. കാട് വിശാലമാണ്. വിശന്നിട്ട് കയറിയതാ. എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ വന്നതാ. നല്ല നാടൻ കോഴിയുടെ പക്ഷെ അപ്പൻ ഒറ്റക്ക് നിർത്തും. കളിയാക്കണ്ട. വിശപ്പ് പട്ടിക്ക് കൊടുക്കുന്ന എല്ലാവർക്കും ഒരുപോലെയാ. വിശന്ന് പ്രാതാകുമ്പോൾ ഞങ്ങൾ കയറി മനുഷ്യരെ കടിക്കും. ഇപ്പോഴേ മനുഷ്യർ ഞങ്ങളെ ശല്യക്കാരായി പ്രഖ്യാപിച്ചിരിക്കുക. ഇനിയൊരു കാര്യം ഞങ്ങളും കളിക്കാൻ തന്നെയാ പരിപാടി. ഞങ്ങളിരുന്നോ പെട്ടെന്ന് കാണാൻ മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളെ കുട്ടികളുണ്ട്. ഞങ്ങളെ തന്നെ കമലിട്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്. എന്തിനാ നമ്മൾ തമ്മിൽ ചങ്ങാത്തത്തിലായാൽ ഓരോ മൃഗങ്ങളെയും ഞങ്ങൾ
ചെയ്താൽ മതി. ഞങ്ങളെ 100% നിങ്ങൾക്ക് വിശ്വസിക്കാം. പറ്റിച്ചാൽ പട്ടിയെ കുറിച്ച് അറിയാലോ. ആ വിശപ്പ് തടിച്ച് വാചം കൊണ്ടൊരു കാര്യമില്ല. ഞങ്ങളൊന്ന് കാടി കെട്ടിയിട്ട് കേടാ. എന്താ നിൽക്കണം? പോയോ നിങ്ങളുടെയൊക്കെ പുതിയ കൂട്ട്? എത്രയായാലും പട്ടികളാ, മറക്കണ്ട. എന്തായാലും നമ്മളെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാം. വരവറിയിച്ചുള്ള കൂക്കിയ ഇനി അതിനെ കൂടി സഹിക്കണല്ലോ എന്റെ കാട്ടുമുത്തി. ഇടന്ന പ്രാകാന്നതല്ലേ അപ്പനെ ഇന്ന് മനുഷ്യന്റെ ഇറച്ചി കൊണ്ടുവരുന്ന ദിവസം തന്തേന്റെ കൂക്കിയില് ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. ചിലപ്പോ കാര്യം സാധിച്ചു കാണും. അയ്യേ, കാര്യം സാധിച്ചിട്ട് ഒരിട്ടാളായിരിക്കണം. നാണക്കേട്. ആ കാര്യമല്ല പൊട്ട, മനുഷ്യന്റെ ഇറച്ചിയ. ഓ അത് ശരി. അപ്പ കാര്യം സാധിച്ചോ? ഇന്ന് രാവിലെ മുതൽ കാര്യം സാധിച്ച് എന്റെ ഉപ്പാട് ഒടിഞ്ഞു പോയി. ഇപ്പൊ കൊണ്ടുവരും. നീ നിന്റെ വഴി നോക്കി. അല്ല പിന്നെ നിങ്ങളെ പോരിടാണെന്നതിന് മുമ്പ് കൊണ്ടുവന്നതിന് താ. ഞങ്ങൾക്ക് വേണ്ട വാങ്ങി വെച്ചു. ഞങ്ങളെ പറ്റി എന്താ നിങ്ങളുടെ വിചാരം? എത്ര ദൂരത്തായാലും ഓരോ മൃഗത്തിന്റെയും ചൂര് കൊണ്ട് ഏത് മൃഗാന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളോട് വേണ്ടായിരുന്നു. പന്നിയിറച്ചി തിന്നാനെന്തിനാ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായം? ആ നമുക്ക് പോകാം. പന്നിയിറച്ചി എങ്ങമൊക്കെ വേണം. സ്വന്തം മക്കളോട് പോലും നേര് കാണിക്കാത്ത ഒരു ജീവി. നീ നിന്റെ വഴി നോക്കിയ. അല്ല പിന്നെ ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ടി വരുന്നത്. വേറെ വല്ല കാട്ടിലൊന്ന് പോയാൽ മതിയായിരുന്നു. സമാധാനം കിട്ടും. എന്നാലേ ഹിമാലയത്തിലേക്ക് പോ, നല്ല സമാധാനം കിട്ടും. കുട്ടികൾക്ക് വേണ്ടാത്ത കാര്യത്തിന് ആശ കൊടുത്തത് ഞാനല്ല, ഒക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എന്നെ പ്രക. എല്ലാം കൂടി കാട് നെണ്ടാൻ പോയിരിക്കുക. ഒരാപത്തും വരുത്തരുതേ. എനിക്ക് പോലും കേട്ടാൻ മനസ്സില്ല. പിന്നെ കാട്ടുമുത്തി വലിയ പോലീഷൻ പറയുന്ന നിങ്ങൾ കുട്ടികൾ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കൊണ്ടുവെക്കാൻ നോക്ക്. നീ എന്നെ പഠിപ്പിക്ക. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ. ഓ, ഇത് കേട്ടാ തോന്നും ഇന്നലെ വരെ ഞങ്ങളുടെ ഇഷ്ടത്തിനൊത്താ ജീവിച്ചതന്നെ. ഇവിടെ നിന്നാ തലപ്പരാതി പിടിക്കും. ഓരോ മൃഗങ്ങളും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോന്ന് കൊണ്ട കൊടുക്കുന്നത് കാണുമ്പോൾ സങ്കടമാവുക. വിശന്നിട്ട് നിൽക്കാനും വയ്യ, നടക്കാനും വയ്യ. ഈ ഭൂമി പറഞ്ഞിട്ടേ അതിനുള്ളിൽ പെട്ടാ മതിയായിരുന്നു പ്രാർത്ഥിക്കാൻ ഞാൻ. അപ്പനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം. എന്നാലും അപ്പനൊരു വല്ലാത്ത ചെയ്തായിപ്പോയി. നിങ്ങൾ വന്നോ മക്കളെ? കയ്യാലപ്പുറത്ത് ഇരുന്നിട്ട് ഇരുക്കൊറുക്കാഞ്ഞിട്ട് വന്നതാ. നിങ്ങൾ പോയിട്ട് വന്നോന്നറിയാനുള്ള ആദ്യായിരുന്നു മനസ്സിന്. ആദി നിങ്ങൾ എന്താ കൊണ്ടുവന്നോ മക്കളെ? കള്ളെ ഓരോ ചോദിച്ച് ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കല്ലേ. നിങ്ങളിത് എന്നോട് ചൂടായിട്ടെന്ത? അത് അങ്ങനെ ഒരു ജീവിയായിപ്പോയി. ഞാൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി തള്ള പുറപ്പെട്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. മക്കളെ എഴുന്നേൽക്ക്, മക്കളെ എഴുന്നേൽക്ക്. നിങ്ങളുടെ സങ്കടം മാറ്റാനേ അപ്പനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എഴുന്നേൽക്ക് വാങ്ങുവേ, എഴുന്നേൽക്ക്.
ഒലിപ്പിക്കുന്നത് കണ്ടാലും മതി. വല്ല വിശക്കാൻ കിട്ടുന്നേ ഇപ്പോൾ അന്നാക്കി തിരിയാൻ തീർച്ചയാണ്. എന്നാലേ അതും കൊണ്ടെങ്കിൽ പോരും, ഞാൻ ബാബു ഒന്ന് എത്തിയരാ. എന്റെ കാട്ടുകുത്തി, നീ ആവശ്യത്തിലധികം ക്ഷമ തന്നെ എന്നെ സഹായിക്കണേ. മക്കളെ എഴുന്നേൽക്ക്, ഇത് തിന്ന് വിശപ്പകച്ചു മക്കളെ. നീ ഞങ്ങളെ പറ്റിക്കാൻ തന്നെയാണോ പരിപാടി? അശുചി ഞങ്ങൾക്ക് വേണ്ട. വിശന്നൊരുങ്ങിപ്പോയെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചിനെടുത്ത് പറ്റിക്കുന്നത് എന്തിനാ? മക്കളായ ഞങ്ങളോട് പോലും നിങ്ങൾ പെരും കളവ് ആവർത്തിക്കുക. നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ ഞാൻ ഇത് എത്ര ദൂരത്ത് നിന്ന് കൊണ്ടുവന്നാണെന്ന് അറിയോ? മക്കളുടെ വിശപ്പറിയുന്നൊരപ്പൻ. ഞങ്ങൾ വിശന്ന് ചാവുമ്പോൾ സ്വന്തം മക്കളെ തിന്നുന്ന കാട്ടിയെ പോലെ നിങ്ങൾ ഞങ്ങളെ തിന്നോ? അരുത്, അങ്ങനെയൊന്നും പറയരുത് മക്കളെ. നിങ്ങൾ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ തിരത്തി അതത്ര സാധ്യമല്ല. ഇപ്പോൾ വീടിനേക്കാൾ മതിലുകൾക്ക് ജയിലിനേക്കാൾ വലിയ ഗേറ്റുകളുമുണ്ട്. ഒരു മനുഷ്യൻ തിരത്തി അത് സാധ്യമല്ല. നിങ്ങളൊക്കെ ഒന്നും പറയണ്ട, ഞങ്ങൾ കാട്ടുവാസികളുടെ മക്കളെ കടിച്ചു കൊണ്ടുവരും. അരുത് മക്കളെ, നിങ്ങൾ അവരെ കൊല്ലണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ മരിച്ചിരിക്കും. അത്രയ്ക്ക് വീര അവരുടെ അമ്പുകൾക്ക്. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. പേടിപ്പിച്ചതല്ല, ഞാനൊരു സത്യം പറഞ്ഞതാ. അതെ മക്കളെ, കാട്ടുവാസികളുടെ ഇറച്ചിക്ക് ഒരു രുചിയും ഉണ്ടായില്ല. സത്യം പറഞ്ഞ അവരുടെയൊക്കെ ജീവിതം നമ്മളെക്കാൾ എത്രയോ കഷ്ട. നേരത്തിന് ഒരു അന്നം പോലും കിട്ടാത്തവർ. ഇനി മനുഷ്യനെ അരച്ചു വെച്ചിട്ട് ഈ പറവടയിലേക്ക് ഞങ്ങളുള്ളൂ. മക്കളെ തിരിച്ചു വിളിക്ക്, അവരോട് ആപത്തം ചെയ്തേക്കും. നിന്റെ അല്ലേ മക്കൾ, അങ്ങനെ വരും. തർക്കിച്ച് നിൽക്കാനുള്ള സമയമല്ല, ഒന്ന് അവരെ തിരിച്ചു വിളിക്കേ. എങ്ങനെ? ഇതിനെ നമുക്ക് സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ പറ്റണം. അതാ ഒരു പോംവഴി. ഒടുക്കത്ത നിന്റെ പെൺകുട്ടി ഒന്ന് പറഞ്ഞു തോൽക്കി. നമ്മൾ ഇതുവഴി പോകുമ്പോ കാണാറില്ല ആ മസ്ജിദില്ലേ, അതിന് ഇതുവഴി പോകുമ്പോ കാണാറില്ല ആ അമ്പലില്ലേ, തലപ്പരാന്ന് പിടിക്കാതെ പറഞ്ഞു തോല. നിങ്ങൾ കൊണ്ടുവന്ന ആ രണ്ടിറച്ചിയും നമുക്ക് ഇന്ന് ഉപയോഗിക്കണം. അതെ, നീ ഉപയോഗിച്ചിട്ട് മക്കൾ തിന്നുവോ? അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഇനി ഒരു കലാപം ഉണ്ടാകുമോ? നിങ്ങളുടെ തലയിൽ എന്താ കളിമണ്ണ? കഷ്ടം. നിങ്ങൾ കൊണ്ടുവന്ന ആ പന്നിയിറച്ചിയില്ലേ, ഞാൻ കൊണ്ടുപോയി ആ അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിടാം. നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന ആ പശുയിറച്ചി നിങ്ങൾ തന്നെ കൊണ്ടുപോയി ആ മസ്ജിദിന്റെ മുന്നിൽ കൊണ്ടുപോയിടണം. ബാക്കി പണി പിശാച് നോക്കിക്കൊള്ളു. എടി ഭയങ്കരി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യർക്കിടയിൽ പിശാച് അവന്റെ പണിയെടുക്കുമ്പോൾ ബാക്കി പണി പിശാച് നോക്കും. അവർ തമ്മിൽ തല്ലി തീരും. ലൈറ്റ് കല്യാണപ്പുറത്ത് പോയിട്ട് സീരിയലിലെ പെണ്ണുപിള്ള പെറ്റോന്നറിയാൻ പോയിട്ടുണ്ടാവും. അമ്മയുടെ ഈ ശീലം കാണുമ്പോ കാലത്തിന്റെ മാറ്റവും മൃഗങ്ങൾക്കും കൂടി സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. അമ്മ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ
മക്കളെ വേഗം വാ, മക്കളെ വേഗം വാ. നിങ്ങൾ പറഞ്ഞ മനുഷ്യന്റെ ഇറച്ചി ഇതാ, വേഗം വാ മക്കളെ. പറ്റിക്കലല്ല മക്കളെ ഇത്, ശരിക്കും ശരിക്കും മനുഷ്യന്റെ ഇറച്ചി. നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ കുഞ്ഞിൻ താഴ്വാ